പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ,
ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേരിടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ. മക്കളെ, നമ്മളെ ഇന്നലെ കണ്ടത് ഒരു ബാങ്ക്രപ്സി എന്ന് പറയുന്നത് എന്താ? പാപ്പർ പാസ്. ചില ആൾക്കാർ പാപ്പർ പാസ് എന്ന് പറയത്തില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോൺ എടുത്ത് ജപ്തിയായി, നമുക്ക് അടക്കാൻ നിവൃത്തിയില്ല, നമ്മൾ ജയിലിൽ കേസ് കൊടുത്തവൻ ജയിച്ച് നമ്മൾ ജയിലിൽ പോന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് പാപ്പർ പാസ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ ബാങ്ക്രപ്സാണ്, നമ്മുടെ 5 പൈസയില്ല. അപ്പോൾ ചില സത്യമായിട്ട് അങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ആത്മീയമായിട്ട് നമ്മൾ പാപ്പർ പാസ്സാവും, നമ്മുടെ ഒന്നുമില്ല, നമുക്ക് സ്വർഗസ്ഥാന പിതാവ് ചെല്ലാനുള്ള ആവത് പോലും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ പള്ളിയിൽ പോകാൻ തോന്നത്തില്ല എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ആ പാടെ ഒരു ബാങ്ക്രപ്സി, ഒരു വരണ്ട വാക്കുമായി പോകും. ഇപ്പോൾ എല്ലാം നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ റിസോഴ്സ് തീർന്നു പോകുന്ന അവസ്ഥ. അങ്ങനെ ഒരു സംഭവം വന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റണില്ല, പക്ഷെ പ്രാർത്ഥിക്കാനൊട്ട് തോന്നുകയില്ല, അതിനുള്ള വിശ്വാസമില്ല, ഒരു തരം ശൂന്യമായ ഒരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അതിനിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു, എന്താണ് ചെയ്യണമെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ചെയ്യണമെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അതായത് ഇപ്പോഴേ പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞില്ലേ, കുറേ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ബാങ്ക്രപ്സി ആയി പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ആത്മീയമായ ഒരു കൃപയും ഇല്ല, സീറോ ഗ്രേസ് ആണെന്ന് വിചാരിച്ചോ, അപ്പം എന്ത് ചെയ്യാമെന്നറിയാമോ? കുറച്ച് അനീതികളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ആൾക്കാർ നമ്മളോട് ഇപ്പോൾ അനീതികളൊക്കെ ചെയ്യത്തില്ലേ? ഇപ്പം എന്നോട് കുറേ ആൾക്കാർ അനീതി ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ എല്ലാം നല്ലോണം പറഞ്ഞിരിക്കും, ചില ആൾക്കാർക്ക് അത് മോശമായിട്ട് വരുമല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾക്കെതിരെ ഈ സമൂഹത്തിൽ നമ്മൾ അനീതികൾ ചെയ്യും. അനീതികൾ പലതരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർക്ക് അനീതി വരുമല്ല, മറ്റുള്ളവർ ചെയ്യണ അനീതി നമുക്കെതിരെ അനീതി ചെയ്യുന്നവരില്ലേ നമുക്കെതിരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് 40 വയസ്സായിച്ചായി, ഇനി എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് കാർഡ് വരുവാന്നറിയത്തില്ല. അപ്പോൾ ആ കാർഡ് നോക്കിയപ്പോൾ എംപ്ലോയ്മെൻറ്റ് കാർഡ് കറുത്ത കാർഡ്, എംപ്ലോയ്മെൻറ്റ് കാർഡ് വെളുത്ത കാർഡായിരുന്നു. ഇത് ഇരുന്നിരുന്ന് ജോലി കിട്ടാതെ എപ്പോഴും പുതുക്കി ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരുന്ന് വിളിക്കും. അങ്ങനെ അപ്പം അവർ പറഞ്ഞു അവർക്ക് ജോലി വേണം. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിളിക്കത്തില്ലല്ലേ അവർ. അപ്പോൾ ആ ഒരു കണ്ടീഷനിലായി അവർ. അപ്പം ഇതുപോലെ പക്ഷേ ജോലിക്കുള്ള മെമ്മോ നമുക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വന്നെന്ന് വിചാരിക്കുമ്പോൾ പണ്ട് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി, തൊഴിലില്ലാ വേതനം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇതുപോലെ നമുക്ക് വേതനത്തിന് വേണ്ടി കാർഡൊക്കെ വരും. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അന്വേഷണം വരുമല്ലോ ആദ്യം. അപ്പോൾ ആൾക്കാർ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വന്ന് അന്വേഷിച്ചും പോവും, ഇന്ന ആളിനെ തൊഴിലില്ലാ വേതനം അനുഭവിച്ചിട്ടുണ്ട് അയാൾക്ക്. അപ്പോൾ ചില കഥാപാത്രങ്ങളുണ്ടാവില്ല എല്ലാ നാട്ടിലും. അവർ പറയേ അവരെവിടെ അമേരിക്കയില, ബാംഗ്ലൂർ, അവരവിടെ എന്ത് ജോലിയാണല്ല, ഒരു ജോലിയില്ലേ, വീട്ടിൽ നിൽക്കാൻ പറ്റാതെ വേറെ എവിടെ പോയി നിൽക്കായിരിക്കും. പക്ഷെ എന്നാലും ആൾക്കാർ നമ്മളിങ്ങനെ സഹായിക്കും. അതുകൊണ്ട് അവരുടെ ജോലി ഉണ്ടല്ലേ എന്താണെന്ന് അത് ക്യാൻസൽ ചെയ്യും, സഹായം ക്യാൻസൽ ചെയ്യും. അപ്പോൾ അയൽവാസികൾ ചെയ്യണ സഹായങ്ങളാണ്. ഇതുപോലെ അനീതികൾ ചിലപ്പോൾ ഒരു കല്യാണക്കാര്യം വരുമ്പോൾ അന്വേഷിക്കണത് ഇതുപോലെ റോഡേ വന്നിട്ട് നമ്മൾ ആൾക്കാർ അന്വേഷിക്കുമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു കല്യാണം, ഇവിടുന്ന് ഇന്ന വീട്ടിൽ നിന്ന് കല്യാണം എടുക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ അന്വേഷിക്കാൻ വന്നാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കണം പറയും, അതൊക്കെ ശരിയാണ്, ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വേണം അതൊക്കെ ചെയ്യാനെന്ന്. വേറെ ഒന്നും ആരും പറയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാലേ
പെണ്ണിന് അല്ലെങ്കിൽ ചെറുക്കൻ എന്താ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന്. അവർ വല്ലതും ചെയ്ത്, അവർ തെറ്റൊന്നും ചെയ്തില്ല, അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, അന്വേഷിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർ മീനിങ് എന്താ? ആ വീട്ടുകാർ ആ പയ്യൻ കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളാണെന്നാണ്. അനീതി ഇങ്ങനെ കുറേ പേര് നമ്മളോട് ചെയ്യും, ഓരോരുത്തരത്തിൽ. ഈ അനീതി ഇപ്പോൾ ചില ആൾക്കാർ, ചില കടക്കാർ വന്ന് എന്നോട് പറയും, എൻ്റെ അച്ഛ കാശ് കിട്ടുമ്പോൾ കാശില്ലാത്തപ്പോൾ ഓടി എൻ്റെ അടുത്ത് വരും, 1/2 കിലോ അരി, ശർക്കര, തേയില, ഗോതമ്പെന്നൊക്കെ പറഞ്ഞ്, പയറെന്നൊക്കെ പറഞ്ഞ് വരും. കാശ് കിട്ടുമ്പോൾ എൻ്റെ മുമ്പിലൂടെ വേറെ കടയിൽ പോകുമെന്ന് പറയും. ഇതൊക്കെ ആൾക്കാർ ചെയ്യണതാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് സങ്കടം തോന്നും. നമ്മുടെ കടയിൽ അവർക്ക് പട്ടിണി വന്നപ്പോൾ നമ്മളാണ് സഹായിച്ചത്. പക്ഷേ 10 പൈസ കിട്ടിയപ്പോൾ അവർ നമ്മുടെ കടയിൽ പോയി 2 അപ്പുറത്തെ കടയിൽ പോകും, അല്ലെങ്കിൽ ടൗണിൽ പോയി മേടിക്കും. അപ്പം നിറവില്ലാത്തവരുണ്ടാകും കുറേ പേര്. നമ്മുടെ ആധ്യാത്മികം വളരാത്തതിൻ്റെ കാരണം ഈ സൂക്ഷ്മജീവികളാണ്. നിറവില്ലായ്മയുടെ സൂക്ഷ്മജീവികൾ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ കുറേശ്ശെ ഉണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന അനീതികളുണ്ട്. അപ്പോൾ ഈ അനീതി എന്ന് പറയുമ്പോൾ എൻ്റെ ഇടയ്ക്കാണ് അനീതി കിട്ടുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് നല്ല അടിപൊളി നല്ല 24 ക്യാരറ്റിൻ്റെ തങ്കത്തിൻ്റെ കൃപയുണ്ടാക്കും. എന്താ കാര്യം എന്നറിയാമോ? അനീതി നമ്മൾ അനുഭവിച്ചാൽ, ഇപ്പോൾ ഈശോ ബൈബിളിൽ ചോദിക്കണില്ലേ, 1 കോറിന്ത്യർ 6:7 കഴിഞ്ഞ ദിവസം കണ്ടതാണ്, എന്നാൽ ഇപ്പോൾ ഒരു വേറെ അർത്ഥത്തിൽ കാണാം നമുക്ക്. 1 കോറിന്ത്യർ 6:7 നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? ബൈബിൾ ചോദിക്കണേ, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പം അപ്പം നമ്മളോർക്കും, എന്തിനാണ് ഈ വഞ്ചന സഹിക്കണത്? എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ക്ഷമിക്കണത്? ഇത് എന്ത് പുസ്തകവിധെന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നത് ബൈബിളിലാണ്. കാര്യം എന്താ വെച്ചാൽ യഹൂദന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വേറെയും കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് ചൊല്ലി എന്നാണ് അവർ പഠിച്ചു വച്ചിരിക്കുന്നത് അവരുടെ പഴയകാല ജീവിത അനുഭവങ്ങളിൽ നിന്ന്. കർത്താവ് അതെല്ലാം തിരുത്തുകയാണ്, മൊത്തം തിരുത്തുകയാണ്. എന്തിനാണ് തിരുത്തണമെന്ന് നിങ്ങൾക്കറിയാവോ? എന്തുകൊണ്ട് അനീതി നിങ്ങൾക്ക് സഹിക്കാൻ പാടില്ല, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം, ഈ ദ്രോഹം ക്ഷമിച്ചാൽ എന്ത് കിട്ടും, അനീതി സഹിച്ചാൽ എന്ത് കിട്ടും അതറിയണമെങ്കിൽ നിങ്ങൾ മത്തായി 5:11-12 വായിക്കണം. എന്നെ പ്രതി അതേ കിടക്കണം. എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല, അനീതി ക്ഷമിക്കാൻ പാടില്ല, ദ്രോഹം സഹിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ എന്തിന് സഹിക്കണം, എന്തിന് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഈശോ പറയും എന്നെ പ്രതി എന്ന് പറയും. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേണ്ട, മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടെന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് നമ്മൾ ഭാഗ്യവാന്മാരാകാൻ വേണ്ടിയാണ് ദൈവതിരുസന്നിധിയിൽ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ പ്രതിഫലത്തിന് തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈശോ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് പറയും വലിയ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയണത്, വലിയ പ്രതിഫലം. ഇപ്പം ഈ ഈശോ ഇങ്ങനെ ഭയങ്കര മാത്തമാറ്റിക്കൽ പ്രിസിഷനോടുകൂടിയാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. കാര്യം വലിയ പ്രതിഫലമുണ്ട്, ചെറിയ പ്രതിഫലമുണ്ട്. ഇപ്പം അനീതി എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ക്രിസ്തു നാമത്തിൽ സഹിക്കണത്. അപ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ലല്ലോ, അപമാനമല്ലേ കിട്ടത്തുള്ളൂ. അത് ക്രിസ്തു നാമത്തിലാക്കി അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ വലിയ പ്രതിഫലത്തിലേക്കാണ് പോണത് പ്രത്യാശയോടെ. ഞാൻ എന്താ നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാമോ? എന്താ സബ്ജക്റ്റ്? ഒരു ബാങ്ക്രപ്സി വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കണത് നിങ്ങളോട്. വിശ്വാസ തകർച്ച വന്നാൽ, പ്രാർത്ഥനാ തകർച്ച വന്നാൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ സീറോ ഓയിലായി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സീറോ എനർജി ആയിപ്പോയി. അതായത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വിശ്വാസ മുന്നേറ്റം നടത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള അനീതികൾ നമ്മളോട് ചെയ്തവരോട് നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്രിസ്തുനാമത്തിൽ ഹൃദ്യമായി സംസാരിക്കുകയും
അവരെ ആശീർവദിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ക്രിസ്തു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക്രപ്സി ആയിപ്പോയ വിശ്വാസം പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ ബുദ്ധിപരമായൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ബൈബിൾ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ആദ്യമേ തന്നെ എന്നെ ദൈവപിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സാക്ഷിയാക്കി ഉയർത്തിയതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ്റണി വർഗീസ്. ഞാൻ വരുന്നത് അങ്കമാലി മൂക്കന്നൂർ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. അപ്പച്ചൻ്റെ പേര് വർഗീസ്, അമ്മച്ചിയുടെ പേര് ജെൻസി. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മച്ചിയാണ്. എൻ്റെ അമ്മച്ചി മെയിനായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടെ കൃപാസനത്തിൻ്റെ മുകളിൽ മഴവില്ല് കാണാൻ ഇടയുണ്ടായി. പിന്നെ അതിനുശേഷം എൻ്റെ അമ്മച്ചിയുടെ ഉടമ്പടിയുടെ ഫലമായിട്ട് എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എനിക്ക് ജോലി ലഭിച്ചു. അങ്ങനെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ IT ഫീൽഡിൽ കയറണം എന്നുള്ളത് എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ IT ഫീൽഡിൽ കയറി. അങ്ങനെ കയറിയതിന് ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പഠിച്ചത് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പക്ഷേ IT ഫീൽഡിൽ കയറണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹവും. അങ്ങനെ മാതാവ് എനിക്കത് സാധിച്ചു തന്നു. അങ്ങനെ ഞാൻ കയറി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തരുന്ന ടാസ്കുകളൊക്കെ തീർക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ കുറേയധികം ടൈം എടുക്കുന്നു. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഡിസംബർ 2023 വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പോയി. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ 90 ദിവസം തീരുന്നതിന് മുമ്പ് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഒന്നില്ലെങ്കിൽ എന്നെ ഇത് പഠിപ്പിച്ച് തരണം, അല്ലെങ്കിൽ വേറെയാണ് തൊഴിൽ മേഖല എന്നുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് 90ാമത്തെ ദിവസം എനിക്ക് ടീം ലീഡായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിന് ടീം ലീഡ് എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയുണ്ട്, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു ഞാൻ എന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പം മാതാവ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, എനിക്ക് തരുന്ന ടാസ്കുകൾ തീർക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, പിന്നെ ചിലവൊന്നും തീർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്നോട് ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം നീ ചെയ്യ്, ഒന്നല്ലെങ്കിൽ നീ ഒരു ഇൻറ്റേൺഷിപ്പ് എടുത്തിട്ട് തിരിച്ച് വീണ്ടും IT ഫീൽഡിലേക്ക് കയറ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു ഇൻറ്റേൺഷിപ്പ് എടുക്കാമെന്നൊരു ലെവലിലായിരുന്നില്ല. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ പിന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ നീ വേറെ ഏത് ഫീൽഡിലേക്ക് പോയനേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബാങ്കിങ് ഡൊമൈനിലേക്ക് പോയനേന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ നീ ഒരു കാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ടൈം കളയണ്ട, നീ വീണ്ടും തിരിച്ചും ബാങ്കിങ്ങിലേക്ക് തന്നെ പോക്കോളം പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ റിസൈൻ ഇട്ടതിന് ശേഷം ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നു. ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നതിന് ശേഷം ഫസ്റ്റ് ഡേ തന്നെ എന്നോട് അവിടുത്തെ ടീച്ചർ പറഞ്ഞു, നീ ഏത് ഫീൽഡിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ IT ഫീൽഡിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആ ടീച്ചർ പറഞ്ഞു, നീ എന്തിനാണ് പിന്നെ ബാങ്കിങ്ങിലേക്ക് വന്നത്, നിനക്ക് നല്ലൊരു കരിയർ സെറ്റ് ആവണമെങ്കിൽ നിനക്ക് IT ഫീൽഡിലേക്ക് തന്നെ പൊക്കൂടെ എന്ന് ചോദിച്ചു. ഒരിക്കലും ഒരു ടീച്ചർമാർ ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ പറയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും IT ഫീൽഡിലേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും എനിക്ക് മാതാവിനെ കിട്ടും, മുത്തുക്കട കിട്ടും, അല്ലെങ്കിൽ ചന്ദനത്തിരി അങ്ങനെ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് അപ്പോഴൊന്നും IT ഫീൽഡിൽ കയറാൻ സാധിച്ചില്ല. പിന്നെ ഒരു മെഡിക്കൽ ബില്ലിംഗ് കമ്പനിയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്ന ആ ദിവസം തന്നെ എനിക്കൊരു സാക്ഷ്യം കേട്ടു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഇങ്ങനെയായിരുന്നു, ആ ചേച്ചി വീണ്ടും ഒരു ചേച്ചിയുടെ സാക്ഷിയായിരുന്നു. ആ ചേച്ചി മെഡിക്കൽ ബില്ലിംഗ് ഡൊമൈനിലായിരുന്നു. പിന്നെ IT ഫീൽഡിലേക്ക് കയറണമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷമായിട്ട് IT ഫീൽഡിലേക്ക് കയറി എന്നുള്ള സാക്ഷിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നോട് പറയുന്നതും നീ വീണ്ടും തിരിച്ച് IT ഫീൽഡിലേക്ക് കയറാനാണ്. അപ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു ആദ്യത്തെ കമ്പനി പോയതിനെക്കുറിച്ച് ഓർത്ത്. അപ്പോൾ ഞാൻ എപ്പോഴും ഈശോനോട് പ്രാർത്ഥിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ആ ജോലി പോയത്. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്ത് തുറക്കും. അപ്പോൾ എനിക്ക് സങ്കീർത്തനങ്ങൾ 139 അധ്യായം 24 വാക്യം എനിക്ക് കിട്ടും. അതായത് അതിങ്ങനെയാണ്, വിനാശത്തിൻ്റെ മാർഗ്ഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നത്, എങ്കിൽ ശാശ്വതമായ മാർഗ്ഗത്തിലൂടെ എന്നെ നയിക്കണമേ. ആ വചനം കേൾക്കുമ്പോൾ ഞാൻ സമാധാനിക്കും. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും ഇങ്ങനെ IT ഫീൽഡിലേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്യും. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇടാണ്, എനിക്ക് ഇത് വേണ്ട, എനിക്ക് വീണ്ടും തിരിച്ച് വേറെ എന്തെങ്കിലും ബാങ്ക് കോച്ചിങ് ആണോ അതോ ഗവൺമെൻറ് ജോബാണോ എന്തെങ്കിലും മാതാവ് എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നെ ഞാൻ ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട് എൻ്റെ വീട്ടിൽ ഞാൻ സ്പോട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ രൂപക്കുടൻ്റെ താഴെ വന്ന് വേണം മാതാവ് നിൽക്കാനായിട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡേറ്റും എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ മാതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഡേറ്റിൽ തന്നെ മാതാവ് എൻ്റെ വീണ്ടും വാതിൽ തുറന്ന് എൻ്റെ രൂപക്കൂടിൻ്റെ അടിയിൽ വന്ന് നിന്നു. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് ശരിക്കും എണീറ്റ് പോകുന്ന പോലെ ഒരു ഫീലാണ് ഉണ്ടായത്. അത് സ്വപ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ മാതാവ് എന്നോടൊന്നും പറഞ്ഞില്ല, ഗവൺമെൻറ് ജോബാണോ അത് ബാങ്കിങ് ജോബാണോ നീ എടുക്കേണ്ടതെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മാതാവിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ റിസൈൻ ഇടാണ്,
അപ്പോൾ നോട്ടീസ് പീരീഡ് തീരുന്ന ആ കറക്റ്റ് ദിവസം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചു. എന്നിട്ട് കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, നീ വീണ്ടും ഒരു ഇൻറ്റേൺഷിപ്പ് എടുക്കാൻ നമുക്ക് IT ഫീൽഡിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ല, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നീ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട, ആലോചിച്ച് എടുത്തിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ അവൻ എന്നെ വീണ്ടും വിളിച്ചു. അപ്പോൾ അവനൊരു ക്യാമ്പസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ആ ക്യാമ്പസിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഈ ക്യാമ്പസിനെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതവൻ്റെ മമ്മി പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ മമ്മി ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇതെന്ത് തീരുമാനം എടുക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു അടയാളം വേണം. ഞാൻ ഈ എടുക്കുന്ന തീരുമാനം തെറ്റാണോ ശരിയാണോ, എൻ്റെ ഫ്യൂച്ചറിനെ ഇതെങ്ങനെ ബാധിക്കും എന്നൊക്കെ ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് എനിക്ക് കാണിച്ചെന്ന അടയാളം അവൻ്റെ അമ്മയും ഉടമ്പടി എടുത്തതായിരുന്നു. അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പിന് ചേർന്നു. ഇൻറ്റേൺഷിപ്പിന് ചേർന്ന് ഞാൻ ആ ക്യാമ്പസിലേക്ക് കയറിയ സമയത്ത് വാതിൽ തുറന്നപ്പോൾ തന്നെ ഈശോയുടെ കരുണയുടെ രൂപമാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന വചനം ഏശയ്യ 54:12, ഞാൻ നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈശോനെ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഉറപ്പായി. എന്നെ അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞിട്ട് ഈശോ എന്നിലൂടെ വന്ന് പ്രവർത്തിക്കും, എന്നെ ഇതിൽ വിജയിപ്പിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ജൂൺ മാസമായപ്പോൾ എൻ്റെ ഇൻറ്റേൺഷിപ്പ് തീർന്നു. ഇൻറ്റേൺഷിപ്പ് തീരുന്ന ആ ടൈമിൽ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് എൻ്റെ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാവുന്ന സമയത്ത് എനിക്കൊരു ജോലി വേണം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ജൂൺ മാസം അവസാനം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ സ്കെഡ്യൂളായി. അതിനുശേഷം എനിക്ക് ജൂലൈ, അതായത് 7-ാം മാസം എനിക്ക് വീണ്ടും ഫൈനൽ ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറി. അപ്പോൾ ഈ 7-ാം മാസം തന്നെ വന്നത് എനിക്ക് മനസ്സിലായി, ഇത് മാതാവ് തന്ന ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ ജോലിയിൽ കയറിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതായത് എൻ്റെ മെറിറ്റിൽ ഒന്നും നടക്കാൻ പോണില്ല, ഗ്രേസിൽ മാത്രമേ നടക്കാൻ പോകണുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് എന്നെ രാവിലെ ഡെയിലി ബ്രെഡ് ഓടും, പിന്നെ ബൈബിൾ വായിക്കും, പള്ളിയിൽ പോകും, പിന്നെ വന്ന് കൊന്തെത്തിക്കും, എന്നിട്ട് ഞാൻ ജോലിക്ക് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഈശോയുടെ വളരെയധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനെല്ലാം ജോലി ചെയ്യുന്ന ഈശോയാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു 1 ഇയർ ഹൈക്ക് കഴിഞ്ഞിട്ടാണ് ഹൈക്കൊക്കെ കൊടുക്കാറ്. പക്ഷേ എനിക്കൊരു 10 മന്ത് ആയപ്പോൾ തന്നെ, അതായത് മാതാവിൻ്റെ മെയ് മാസം തന്നെ എനിക്ക് ഹൈക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ ഞാൻ 1 ഇയർ എൻ്റെ പൂർത്തിയായി. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, പൊതിച്ചോറ് കെട്ടി അമ്മച്ചി തരുമ്പോൾ ഞാൻ പച്ചനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വഴിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് എന്നാലാവുന്ന വിധത്തിൽ ഞാൻ സാമ്പത്തികമായിട്ട് കാണുന്നവരെ സഹായിക്കാറുണ്ട്. പിന്നെ അനാഥാലയത്തിൽ പോയി സന്ദർശിക്കാറുണ്ട്. പിന്നെ പ്രൈസ് പ്രവർത്തനം, ഞാൻ കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ടൗണിലൊക്കെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ആത്മീയമായിട്ട് എന്നിൽ വന്ന മാറ്റം എന്ന് പറയുകയാണെങ്കിൽ, സാധാരണ ഞാൻ ഞായറാഴ്ചയും ശനിയാഴ്ചയും മാത്രമാണ് പള്ളിയിൽ പോകാറുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ദിവസങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ പേഴ്സണലായിട്ടൊരു കൊന്തെത്തിക്കും, പിന്നെ ബൈബിൾ വായിക്കും, പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ധ്യാനമൊക്കെ കൂടാറുണ്ട്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ദൈവപിതാവിനും 1000 നന്ദി. പിന്നെ ഈ ഉടമ്പടി എന്ന് പറയുന്ന ജീവിത രീതി എന്നും ഇനി മുതൽ എൻ്റെ ജീവിതാവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഞാൻ അമ്മ മാതാവിന് 1000 നന്ദി പറയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 66-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. ആൻ്റണി വർഗീസ് എന്ന ഈ മകൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ തൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റോടു കൂടിയാണ് ഈശോയുടെ അടുത്തേക്ക് നയിച്ചതെന്ന് മനസ്സിലാക്കാം. ഒരു IT ഫീൽഡിൽ ജോലി ചെയ്യാൻ ഈ മകനുള്ള എല്ലാ സാധ്യതകളും നൽകിയെങ്കിലും അതിനുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അതിനുള്ളൊരു ധൈര്യം ഈ മകന് വരാതായപ്പോൾ ആ ജോലി ഉപേക്ഷിച്ച് പോകാം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ കൃത്യമായ ഇടപെടൽ, ഒരു സ്വപ്നത്തിലൂടെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ അഭിഷേകം ഈ മകന് നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ ആ പ്രസൻസ് നമുക്ക് ലഭിക്കുന്നത് പലപ്പോഴും മഴവില്ലിലൂടെയും സ്വപ്നത്തിലൂടെയും അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകത്തിലൂടെയൊക്കെയുമായിട്ടാണ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. ആൻ്റണിയുടെ കൂടെ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മകനെ സമയച്ചുരുക്കത്തിൻ്റെ ആ മകൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന് വീണ്ടും ആ IT ഫീൽഡിലേക്ക് കടക്കുവാനും അതുപോലെ നല്ലൊരു ഹൈക്ക് സാലറിയോടുകൂടി ഇവനെ ഇന്ന് ജോലി ചെയ്യാനുള്ള സാധ്യത പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നത്. മകൻ തന്നെ പറയുകയുണ്ടായി, എനിക്കൊരു ജീവിതത്തിലൊരു ക്രമം, ഒരു ചിട്ട, ഞാൻ ജോലിക്ക് ഇന്ന് പോകുന്നതിന് മുൻപ് എപ്പോഴും വചനം വായിച്ചും ജപമാല ചൊല്ലിയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാണ് ഞാനെപ്പോഴും എൻ്റെ ജീവിതം ആ ദിവസം തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് എൻ്റെ ജോലിയിലുള്ള അഭിവൃദ്ധി കാണുവാനുള്ള ഒരവസരമുണ്ടായി. മറ്റുള്ളവർക്കെല്ലാം
ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് അവർക്കൊരു ഹൈക്ക് കിട്ടുന്നത്. പക്ഷേ എനിക്ക് പരിശുദ്ധ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതായിട്ട് ജീവിതത്തിൽ അനുഭവിക്കുവാനും അത് മറ്റുള്ളവരോട് ഏറ്റുപറയാനുമുള്ള ഒരു സാധ്യതകൾ നമുക്ക് നൽകുന്നത് ഈ ഉടമ്പടിയാണ്. നമുക്കറിയാവുന്നതുപോലെ കാറ്റടിച്ചാലും മറ്റുള്ളവർ കളിയാക്കിയാലും ഈശോയെ പിരിയില്ല എന്നുള്ളൊരു ദൃഢത, ഒരു ദാർഢ്യം നമുക്ക് വരുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലാണ്. ഇത് ഈശോ തൊട്ടതിന് ശേഷമാണ് നമുക്കത് ജീവിതത്തിലൂടെ കടന്നു പോകുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നത്. അദൃശ്യമായവ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവിടെയാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കും. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം. ഇതാണ് വിശ്വാസം എന്ന് പഠിക്കുന്നത്. പ്രത്യാശയിലേക്ക് കടന്ന് പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ നമുക്ക് സ്നേഹവും സമർപ്പണവും വരുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം സമസ്തവും അവൻ്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ യോഗ്യതകളല്ല. ആൻ്റണിയുടെ വാക്കുകളിൽ എനിക്കതിനുള്ള യോഗ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന സമയങ്ങളിലെല്ലാം എന്നെ എടുത്തു പൊക്കുന്ന ഒരു അപൂർവ ശക്തി എന്നിലുണ്ടായിരുന്നു. അത് ഈശോയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈശോയെ കൊടുക്കാനും ഈശോയെക്കുറിച്ച് പറയുവാനുമുള്ള ഒരു വലിയ മനസ്സ്, ഒരു ജനറോസിറ്റി, ഒരു ആത്മധൈര്യം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇന്ന് ഈ മകൻ അഭിഷിക്തനായിരിക്കുകയാണ്. നമുക്കെപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കായി ദാഹിക്കാം. പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി നമ്മളോട് കൂടി ഉണ്ടായിരിക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കും. സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും ജോലി സംബന്ധമായ കാര്യങ്ങളിലും കുടുംബത്തിലെ പ്രശ്നങ്ങളുമായി സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഡെൽമി. ഞാൻ പള്ളിക്കരയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അനൂപ്. ഇതെൻ്റെ ഇളയ മകൻ ഡെൽവിൻ തോമസ് അനൂപ്. ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് ഉടമ്പടി എടുക്കാൻ കടന്നു വരുന്നത് എൻ്റെ ഒരു ചേച്ചി വഴിയായിട്ടാണ്. ചേച്ചി എന്നോട് പറയും, നീ പോയി പ്രാർത്ഥിക്ക്, നിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നാൽ സാധിക്കും, നീ മക്കൾക്ക് വേണ്ടി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയുമായിരുന്നു. അന്ന് പക്ഷേ ഞാൻ കരുതി എല്ലായിടത്തും മാതാവുണ്ടല്ലോ, നമ്മൾ എന്തിനാ ഇനി അവിടെ പോയി പ്രാർത്ഥിക്കണേ എന്നൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. പിന്നീട് അമ്മ അതെനിക്ക് മാറ്റി തന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നതോടുകൂടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ എനിക്ക് പല സാങ്കേതിക കാരണങ്ങളാലും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ അങ്ങനെ ആദ്യം ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് നേർച്ച വസ്തുക്കളൊക്കെ കിട്ടിയിരുന്നു. ഞാൻ അതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2025 ജൂലൈ 24 ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ ഈ ഇളയ കുഞ്ഞ് സ്റ്റെയറിൻ്റെ മേളിൽ കയറി. അതിൻ്റെ ഹാൻഡ് റെയിലിൽ ഇവർ കയറി കളിക്കുന്ന ഒരു പതിവ് ഇവർക്കുണ്ട്. പക്ഷേ ഇവർ സുഖമായിട്ട് ഊർന്നിറങ്ങുകയും കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളത് അത്ര ശ്രദ്ധിക്കലുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവനത് കയറി ഒരു 8 അടി ഹൈറ്റിൽ ഹാൻഡ് റെയിലിൽ നിന്ന് അവൻ നേരെ തറയിലോട്ട് തലയടിച്ചാണ് താഴെ വീണത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. കൊച്ചു കരയണു. നമ്മൾ പിന്നെ എടുക്കുമ്പോൾ കൊച്ചിൻ്റെ കഴുത്ത് ഇങ്ങനെ ഒടിഞ്ഞ് കുഞ്ചി തൂങ്ങിക്കിടക്കുക. എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരവസ്ഥ. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ അടുത്ത് കണ്ടത് വേഗം തൈലമാണ്. ഞാൻ വേഗം തന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്തു. വിശ്വാസപ്രമാണം ചൊല്ലി കൊച്ചിൻ്റെ കഴുത്തേൽ പുരട്ടി അവൻ്റെ നെറുകയിൽ കുരിശു വരച്ചു. അത് കഴിഞ്ഞു ഉടമ്പടി വസ്തുവായ ഉപ്പ് അവന് നാക്കിൽ വെച്ചു കൊടുത്തു, തേനും വെച്ചു കൊടുത്തു. നിമിഷങ്ങൾക്കകം അവൻ തല പൊക്കി കഴുത്ത് നേരെ പിടിച്ചു. താഴെ നിൽക്കൂലായിരുന്നു. അവൻ കാല് താഴെ കുത്തി. പക്ഷെ എങ്കിലും ഇവനിങ്ങനെ കരച്ചിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ എനിക്ക് ഇത്തിരി കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും, കുഴപ്പമില്ല. പക്ഷെ ഇവൻ ഉറക്കത്തിൽ നിന്ന് 5 മിനിറ്റ് കൂടി എഴുന്നേക്കും. തലവേദന എടുക്കണമെന്ന് പറഞ്ഞ് കരയുക. തലയുടെ വലത് സൈഡ് അവൻ്റെ മുഴച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ തന്നെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൊട്ടടുത്തുള്ള സാമ്രാജ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ ഉറങ്ങി പോവുക. ഇവൻ്റെ യാത്രയിലൊക്കെ ഇവൻ അവിടെ എത്തുമ്പോഴത്തേനും ഇവൻ ഉറങ്ങി പോവുക. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നാ സിംറ്റം. ഞാൻ പറഞ്ഞു ഇവനിങ്ങനെ ഉറങ്ങി പോകുന്നുണ്ട്, വേറെ എന്തെങ്കിലും കാണിച്ചു? ഞാൻ പറഞ്ഞു വേറെ ഉറങ്ങി പോകണു, വേറെ ഒന്നുമില്ല. ഛർദ്ദിച്ചോന്ന് ചോദിച്ചു. അപ്പം ഛർദ്ദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പക്ഷേ ഈ സിംറ്റം അത്ര നല്ലതല്ല, അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കൊച്ചിനെ
രാജഗിരി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോക്കോ, അവിടെ നല്ല ന്യൂറോ ഉണ്ട്, അവിടെ കൊണ്ടുപോയി കാണിക്കി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ അപ്പം തന്നെ മടക്കി വെച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി നിമിഷങ്ങൾക്ക് അവൻ ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് ഞങ്ങൾ കോലഞ്ചേരിയിലേക്ക് മെഡിക്കലിലോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ മെഡിക്കലിൽ ചെന്നു. ഡോക്ടർ ചോദിച്ചു എന്തൊക്കെയാണ് സിംറ്റം. കൊച്ചു ഛർദ്ദിച്ചു, കൊച്ചു ഉറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു 4 മണിക്കൂർ നമുക്ക് ഇവരെ ഒബ്സർവേഷനിൽ വെക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് വേണമെന്ന് അപ്പം തീരുമാനിക്കാം. CT സ്കാൻ കുഞ്ഞായതുകൊണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല, റേഡിയേഷൻ കൂടുതലായിട്ട്, നിങ്ങളതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൊന്ത ചൊല്ലി, വിശ്വാസപ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മാതാവേ, ഇനി എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത്, അതിനിപ്പോൾ ഇവ ഛർദ്ദിച്ച കാരണം ഒരു ഇഞ്ചക്ഷൻ അവനെടുത്തു ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ മാതാവിനോട് ഇനി അവൻ്റെ മേത്ത് ഇനി ഒന്നും ചെയ്യാനായിട്ട് മാതാവ് ഇടവരുത്തിയേക്കരുത്, ഒരു സ്കാൻ ചെയ്യാനോ ഒരു മരുന്ന് പോലും, ഒരു പോറൽ പോലും ഇനി എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് പറ്റില്ല, ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിയേക്കാമേന്ന് നേർന്നു. ഇത് കഴിഞ്ഞ് അവൻ കിടന്നങ്ങ് ഉറങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇവൻ എഴുന്നേറ്റു. പിന്നെ നടന്നത് അത്ഭുതമായിരുന്നു. പിന്നെ അവൻ അത്ര നേരം മിണ്ടില്ല, കണ്ണ് തുറക്കില്ല, ചിരിക്കില്ല, സംസാരിക്കില്ല, ഒന്നുമില്ലാതിരുന്ന കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവൻ പഴയതുപടിയായി. എങ്ങനെയാണോ എൻ്റെ കുഞ്ഞ് പണ്ട് നടന്നിരുന്നത് അതുപോലെ അവൻ താഴെ ഇറങ്ങാൻ തുടങ്ങി, ഓടിക്കളിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അവന് ഭക്ഷണം കൂടി മേടിച്ചു കൊടുക്ക്, അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഭക്ഷണം കൊടുത്തു, അവന് ഒരു കുഴപ്പമില്ല. 4 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ ഡോക്ടർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൊച്ചിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ പോക്കോ, ഒരു പ്രശ്നമില്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ വിട്ടു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഞങ്ങൾ നന്ദി പറയാണ്. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ഭർത്താവിന് ഒരു രോഗസൗഖ്യം കിട്ടി. കാലിലൊരു വ്രണം ഉണ്ടായിരുന്നു, 5-8 മാസത്തിന് മേളിലായൊരു വ്രണ, ചുമ്മാ ഒന്ന് കടിച്ച് മാന്തി പൊട്ടിയതാണ് കാലിൽ. അത് എന്ത് ചെയ്താൽ ഉണങ്ങില്ല. നമ്മൾ കുറേ ഓയിൽമെൻറ്റുകൾ സാധനങ്ങളൊക്കെ പുരട്ടി, പക്ഷേ ഇത് ഒരിക്കലും മാറണില്ല. ഓരോ ദിവസം ചെല്ലുന്നതോറും ആ വ്രണത്തിൻ്റെ വലിപ്പം കൂടി വലുതായി വരുന്നതല്ലാതെ അതിനകത്തൊരു മാറ്റവും സംഭവിക്കുന്നില്ല. വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേൻ കഴിക്കാൻ കൊടുത്തു. ഉപ്പും തൈലവും കാലയിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ രോഗസൗഖ്യം ലഭിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അമ്മ മാതാവിന് 1000 നന്ദി. ഇതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നതെന്ന് ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 4 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും ഹസ്ബൻഡും 4 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയൊന്നും അല്ലായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഓട്ടോയാണ് ആൾക്ക് സ്വന്തമായിട്ട് ഓട്ടോ. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് മാത്രം ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോവില്ല. അപ്പം മാതാവിനോട് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് ഒരു വരുമാന മാർഗം, അതൊരു ജോലി ഞാൻ മാതാവിനോട് നിയോഗം വെച്ചു. ഇവിടെ നിയോഗം വെച്ചിട്ട് പോയി 90 ദിവസത്തെ കാലാവധി കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് വീട്ടിലിരുന്ന് എനിക്ക് ജോലി ചെയ്യാൻ മാതിരിയുള്ളൊരു സൗകര്യം ഒരുക്കി തന്നു. എനിക്കൊരു ജോലി കിട്ടി. ദൈവത്തിന് നന്ദി. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാലറി ഉണ്ട്. ദൈവം സഹായിച്ചിട്ട് കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു. അമ്മ മാതാവിന് നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ വീടുകൾ കയറി ഇറങ്ങി നടന്ന് കൊടുക്കുമായിരുന്നു. കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ പള്ളികളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. ചൊവ്വാഴ്ചയിൽ ഉടമ്പടി ധ്യാനം, സാക്ഷ്യം കേൾക്കാന്ന് പറഞ്ഞൊരു ഹരമായി തീർന്നു. സത്യം പറഞ്ഞാൽ രാവിലെ ഇവരെ ഒക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സാക്ഷ്യം കേൾക്കാനിരിക്കും. എത്ര സാക്ഷ്യം കാണുന്നു, അത് ഷെയർ ചെയ്യുന്നു, ഓരോരുത്തർക്ക് ഷെയർ ചെയ്യുന്നൊന്നും പറയാൻ വയ്യ, അത്രയധികം സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. സാക്ഷ്യങ്ങളാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തി ഒരു സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചത്. അതിന് അമ്മ മാതാവിന് നന്ദി പറയുകയാണ്. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ വൃദ്ധസദനങ്ങളിൽ പോകും. പിന്നെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് അവിടെയൊക്കെ പോയിട്ട് അവരുടെ കൂടെ കുറേ സമയം ഞങ്ങൾ ചിലവഴിക്കും. ഒരു സ്ഥലത്ത് തന്നെയായിട്ട് പോകാറില്ല. എനിക്ക് ഓരോ സ്ഥലത്തും പല സ്ഥലങ്ങളിൽ പോകണം, ഓരോരുത്തരെ കാണണം. എൻ്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി തന്നെ ഞാൻ പോകാറുള്ളൂ. അവരും കാണുന്ന നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ളവരുണ്ട്. ദൈവം നമുക്ക് തന്നത് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണമെന്നുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടി തന്നെ പോകാറ്. അവിടെ ചെല്ലും, അവരുടെ അടുത്ത് കുറേ നേരം സംസാരിക്കും. അവർക്ക് വേണ്ട ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ ക്ലീനിങ് ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യ പ്രവർത്തികൾ.
ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 66 9 വാക്യം. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തു പാലിക്കുന്നു, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഡെൽമി അനൂപ് പള്ളിക്കര തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് അറിയുവാനും ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം ഇവങ്ങളുടെ വാക്കിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നുണ്ട്. അനുഭവ സാക്ഷി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക, ഇളയ കുഞ്ഞിന് 8 അടിയിൽ നിന്ന് താഴേക്ക് വീണുപോയതാണ്. അതിനെ തുടർന്നാണെങ്കിലും നമുക്ക് ഡെൽമിയുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് സാധിക്കുക വളരെയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണെങ്കിലും അത് വളരെയേറെ ഒരു ടെൻഷനിലൂടെയാണ് ആ ഒരു സമയം മുഴുവനായിട്ട് കടന്നു പോവുകയും ചെയ്തത്. എന്നാൽ ഉടമ്പടിയിലായിരുന്നത് കൊണ്ടും പരിശുദ്ധമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെ ഈ കുഞ്ഞിനെ യാതൊരു വിധമായ ആപത്തും കൂടാതെ കണ്ട് തന്നെ പരിശുദ്ധ അമ്മ തിരികെ നൽകുകയും ചെയ്ത്, അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയ രോഗസൗഖ്യവും കുറേ നാളായിട്ട് കൊണ്ടു നടന്നിരുന്ന വ്രണം അത് പൂർണ്ണമായിട്ട് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തോടുകൂടി അത് പൂർണ്ണമായൊരു രോഗസൗഖ്യമായിട്ട് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി അത് ഓൺലൈനായിട്ട് അത് ചെയ്തു കൊടുക്കുവാനുള്ള ഒരു വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ അത് അനുഗ്രഹം ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സാക്ഷ്യം കേൾക്കുക. കാരണം സാക്ഷ്യം കേൾക്കുമ്പോൾ കൂടുതലായിട്ട് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ഈ കുടുംബത്തെ നിരവധിയായിട്ട് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൂടുതലായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇനിയും ഈയുള്ള യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.